Meet the editors. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. CPM പാർട്ടി മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മന്ത്രി രാധാകൃഷ്ണൻ ആലത്തൂരിലും KK ശൈലജ വടകരയിലും മത്സരിക്കും. 3 ജില്ലാ സെക്രട്ടറിമാരും 2 വനിതകളും ഒരു മന്ത്രിയടക്കം 4 MLA-മാരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനാണ് തീരുമാനം. ഒരു PB അംഗം, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവരടങ്ങുന്ന പരിചയസമ്പന്നരുടെ വലിയ നിരയാണ് CPM സ്ഥാനാർത്ഥി പട്ടിക. പാലക്കാട് PB അംഗം A. വിജയരാഘവൻ, ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണൻ, വടകരയിൽ K. മുരളീധരനെതിരെ KK ശൈലജ, കോഴിക്കോട് എളവനം കരീം, പത്തനംതിട്ട ഡോക്ടർ TM തോമസ് ഐസക് എന്നിവർ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങും. ആറ്റിങ്ങൽ V. ജോയ്, കൊല്ലം M. മുകേഷ്, ആലപ്പുഴ സിറ്റിംഗ് MP AM ആരിഫ്, ഇടുക്കി മുൻ MP ജോയ്സ് ജോർജ്, എറണാകുളത്ത് KJ ഷൈൻ ടീച്ചർ, ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് എന്നിവർ മത്സരിക്കും. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസയാണ് സ്ഥാനാർത്ഥി. ഹംസ സംസ്ഥയുടെ സ്ഥാനാർത്ഥിയാണെന്ന ചോദ്യത്തിൽ നിന്ന് നേതൃത്വം ഒഴിഞ്ഞുമാറി. സംസ്ഥയൊന്നുമില്ല, അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളായിട്ടല്ല, എല്ലാവരുടെയും പൊതുവായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത്. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് മത്സരിക്കും. കണ്ണൂരിൽ MV ജയരാജനും കാസർഗോഡ് MV ബാലകൃഷ്ണൻ മത്സരിക്കുന്ന ജില്ലാ സെക്രട്ടറിമാർക്ക് പകരം താൽക്കാലിക ചുമതലക്കാരെ നിയോഗിക്കും. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിനോട് പാർട്ടിക്ക് എതിർപ്പുണ്ട്. സാമാന്യം മര്യാദ അനുസരിച്ച് BJPയെ തോൽപ്പിക്കുക എന്നുള്ള കേന്ദ്ര മുദ്രാവാക്യം വന്നാൽ അത് ഹിന്ദി ബെൽറ്റിൽ തന്നെയാണ് അതിനെ പരാജയപ്പെടുത്തേണ്ടത്, കേരളത്തിലല്ലല്ലോ. മാർച്ച് 10-നകം എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയാക്കാനാണ് LDF തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. CPM ചിത്രം തെളിഞ്ഞു എന്നതാണ് ചോദ്യം. ഞങ്ങൾ 3 പേർ ഇവിടെ നിന്ന്, കോഴിക്കോട് നിന്ന് MV നികേഷ് കുമാറും. ആദ്യം നികേഷ് കുമാറിലേക്ക് പോവുകയാണ്. ചിത്രം തെളിഞ്ഞു എന്ന് ചോദിച്ചാൽ നേരത്തെ തന്നെ പറഞ്ഞു കേട്ട പേരുകൾ ഇന്നിപ്പോൾ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. CPM-ന്റെ മാത്രമല്ല, ഇപ്പോൾ LDF-ന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായൊരു ചിത്രം തെളിഞ്ഞിരിക്കുകയാണല്ലോ. അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യം UDF-നേക്കാൾ മുന്നിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നു CPM. എങ്ങനെയാണ് ഈ പട്ടികയെ വിലയിരുത്തേണ്ടത്? സ്മൃതി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തന്നെയാണ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഇടതുപക്ഷം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിനകത്ത്, അവരുടെ കൺവെൻഷൻ പൂർത്തിയാക്കുന്നതിൻ്റെ കാര്യത്തിൽ, സംഘടനാ തലത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെയും നേരത്തെയും മുന്നിൽ നിൽക്കാറുള്ളത്. അതിലേതെങ്കിലും തരത്തിൽ പുതുമയുള്ളതായി തോന്നുന്നില്ല. ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമെന്നും ഇന്ന് 3 മണിക്ക് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകും എന്നും നമുക്ക് അറിയാവുന്നതായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ CPM-ന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 4 CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ മുഴുവനായി. ഇന്ന് നമുക്ക് കേരളം മുഴുവൻ CPM-ൻ്റെ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ കാണാമായിരുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക. ഒരുപക്ഷെ താരതമ്യേന KJ ഷൈൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ അപരിചിതരാണ്, അവരെയൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. ശരിയാണ്, ശക്തമായ ഒരു മത്സരമാണ് CPM നേരിടുന്നത്, LDF ഇത്തവണ നേരിടുന്നത്. കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ 7.5 വർഷക്കാലത്തെ ഭരണത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പൊതു തെരഞ്ഞെടുപ്പിൽ 7 സീറ്റെങ്കിലും 3 സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയാൽ മാത്രമാണ് ഒരു ദേശീയ പദവി നിലനിർത്താനാവുക. 2019-2024 കാലഘട്ടത്തിലെ മോശം പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPI-യുടെ ദേശീയ പദവി നഷ്ടപ്പെട്ടതാണ്. വലിയ വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ വെല്ലുവിളിയെ നേരിടാനാണ് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ CPM അണിനിരത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്മൃതി, ഇപ്പോൾ 2019 വളരെ അത്ഭുതകരമായൊരു റിസൾട്ടാണല്ലോ കേരളത്തിൽ UDF ഉണ്ടാക്കിയത്. 19 സീറ്റുകളിൽ വിജയിക്കുന്നു, 1 സീറ്റ് മാത്രമാണെന്ന് LDF-ന് കിട്ടിയത്. അതേ സംബന്ധിച്ച് LDF-ൻ്റെ വിലയിരുത്തൽ, നമ്മുടെയൊക്കെ വിലയിരുത്തൽ, 2 ഫാക്ടേഴ്സ് അന്ന് LDF-നെതിരായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊന്ന്, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചു, അതുണ്ടാക്കിയ വലിയ തരംഗം. രണ്ടാമത്തത് ശബരിമല വിഷയമാണ്. യഥാർത്ഥത്തിൽ രണ്ടും CPM-ഓ LDF-ഓ സൃഷ്ടിച്ച കാര്യങ്ങളല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ശബരിമല എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിയാണ്.
അപ്പോൾ തുല്യ നീതി, ലിംഗനീതി നടപ്പാക്കാനാണ് ആ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ഒരു ഭരണഘടനയെ വിശ്വസിക്കുന്ന, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ എന്നുള്ള നിലയ്ക്ക്, പ്രോഗ്രസീവായ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന സർക്കാർ എന്നുള്ള നിലയ്ക്ക് ആ സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അത് ബുമറാങ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിനെ ന്യായീകരിക്കാനുണ്ട്, ആ തോൽവിയെ ന്യായീകരിക്കാനുണ്ട്. കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചതിൻ്റെ തരംഗവും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോൾ ഉണ്ടായ തിരിച്ചടിയും, ആ അർത്ഥത്തിലാണ് നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയിരിക്കുന്നത്. എന്നാൽ 2024 വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമില്ല. രാഹുൽ ഗാന്ധി പഴയതുപോലൊരു ഇഫക്റ്റ് കേരളത്തിലുടനീളം ഉണ്ടാക്കണമെന്നില്ല. അതേപോലെ തന്നെ ശബരിമല പോലൊരു വിഷയവും നിൽക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് CPM സംബന്ധിച്ച്, LDF സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയായിത്തീരുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് 15 സീറ്റ് അല്ലെങ്കിൽ 17 സീറ്റ് അല്ലെങ്കിൽ 13 സീറ്റ് നേടാൻ കഴിയും എന്ന് ഉറച്ചു പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നത്? അത് നേരത്തെ നികേഷ് വളരെ സൂക്ഷ്മതയോടുകൂടി സൂചിപ്പിച്ചു. അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയില്ല, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അത് സ്വാഭാവികമായും ആൻറ്റി ഇൻകംബൻസിയാണ്, അല്ലേ? അതിശക്തമായൊരു സർക്കാർ വിരുദ്ധ തരംഗം കേരളത്തിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ സർക്കാർ വിരുദ്ധ തരംഗം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു പെർസെപ്ഷനാണ്. ഇപ്പം ഞാൻ പോയിട്ട് സപ്ലൈകോയിൽ നിന്ന് സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് അരി കിട്ടിയില്ല അല്ലെങ്കിൽ പയർ കിട്ടിയില്ല, അങ്ങനെ രൂപപ്പെടുന്ന ഒന്നല്ല സർക്കാർ വിരുദ്ധ തരംഗം എന്ന് പറയുന്നത്. അത് ഒരു പെർസെപ്ഷനാണ്. ഇപ്പം ക്ഷേമ പെൻഷൻ കിട്ടാതിരിക്കുന്നു, അന്നക്കുട്ടിയുടെയും മറിയക്കുട്ടിയുടെയും സമരം കേരളം മൊത്തം കാണുകയാണ്. അതുപോലെ തന്നെ അവശ്യ സാധനങ്ങൾ ലഭിക്കാതിരിക്കുന്നു, കേരളം മൊത്തം കാണുകയാണ്. ഇപ്പോൾ കരുവന്നൂർ പോലുള്ളൊരു സംഭവം ഉണ്ടാകുന്നു, കണ്ടല പോലൊരു സംഭവം ഉണ്ടാകുന്നു, കേരളം മൊത്തം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ എക്സാലോജിക്ക് പോലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്നു. നവകേരള സദസ്സ് പോലും ബുമറാങ് ചെയ്തു. നവകേരള സദസ്സിലൊക്കെ അവസാനം ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള പ്രയോഗം, അതുപോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരിറങ്ങി അടിക്കുന്ന ദൃശ്യങ്ങൾ, ഇത്തരത്തിൽ ഒരു പെർസെപ്ഷൻ കേരളത്തിൽ അതിശക്തമായി സർക്കാരിനെതിരെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സുപ്രധാനമായി LDF സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡലങ്ങളിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളി. ഇനി 2021 LDF ഗുണകരമായ ഒരു ഫാക്ടർ ഇപ്രാവശ്യം തിരിഞ്ഞിട്ടുണ്ട്. അത് ഈ ക്രിസ്ത്യൻ ഫാക്ടറാണ്. ഇപ്പോൾ നോക്കൂ, 2021 ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇടുക്കി ജില്ലയിലെ സ്ഥിതി എന്താ? അവിടെ ജോസഫ് മാത്രമാണ് ജയിച്ചത് തൊടുപുഴയിൽ, ബാക്കി തൂത്തുവാരി ജയിച്ചു CPM CPIയുടെയും സ്ഥാനാർത്ഥികൾ. പത്തനംതിട്ടയിൽ 42% ക്രിസ്ത്യൻ ഡോമിനേഷനുള്ളത്. ആ ജില്ലയിലൊരൊറ്റ MLA പോലും UDF ഇല്ല. എറണാകുളത്ത് അത് ഇഫക്റ്റ് ചെയ്തു, എറണാകുളത്തിൻ്റെ പല പ്രദേശങ്ങൾ, പല മണ്ഡലങ്ങളിലും. തൃശ്ശൂർ അത് ഇഫക്റ്റ് ചെയ്തു. അപ്പോൾ ആ വിഭാഗം 2021 വളരെ സ്ട്രോങ് ആയിട്ട് LDF ഉണ്ടായിരുന്നു. 24 അതല്ല സ്ഥിതി. 24 ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് LDF വളരെ കാര്യമായി മുസ്ലിം വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മുസ്ലിം പ്രീണനം പോലും ഉണ്ട് എന്ന് ക്രിസ്ത്യൻ സമുദായം വിചാരിക്കുന്നു. ഇസ്രായേലിനെതിരായിട്ടാണ് പലസ്തീനിലെ നിലപാട്. അത് സഭകൾക്ക് ഇടയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതുമാത്രവുമല്ല, ഇപ്പോൾ ചർച്ച് ബില്ലിൻ്റെ കാര്യത്തിൽ ഓർത്തഡോക്സ് എടുത്തിരിക്കുന്ന സമീപനം, ചർച്ച് ബില്ല് നടപ്പാക്കാതിരിക്കുന്നതിൽ ജാക്കോബൈറ്റ്സിനുള്ള പ്രശ്നങ്ങൾ, അതുകൂടാതെ വന്യജീവികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ താമരശ്ശേരി, മാനന്തവാടി, തലശ്ശേരി രൂപതകൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ, ഇതൊക്കെ ആ വോട്ട് ബാങ്കിനെയും അലീനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, ശക്തമായ ഒരു ആൻറ്റി ഇൻകംബൻസി നിൽക്കുന്നു. പിന്നെ കേരളത്തിലൊരു പ്രമുഖമായ സമുദായം, അതിൻ്റെ വോട്ട് ബാങ്ക് ലെഫ്റ്റിൽ നിന്ന് അകന്നു പോകുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളോട് എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ലെഫ്റ്റിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി. അതിനാണ് മുസ്ലിം വോട്ട്സിനെ പരമാവധി തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം വളരെ കണ്ടിന്യൂസ് ആയിട്ട് LDF നടത്തിയത്. അത് യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും പലസ്തീൻ വിഷയത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ മുന്നിട്ടിറങ്ങി നിന്ന് അവർ നടത്തിയ ശ്രമം, അതുപോലെ തന്നെ സമസ്തയെ അടുപ്പിച്ച് നിർത്താൻ നടത്തിയ ശ്രമം, ഇതെല്ലാം ആ വോട്ട് ബാങ്ക് ഇങ്ങോട്ട് വരാൻ ഉള്ളൊരു ശ്രമം തന്നെയാണ്. ഇപ്പോൾ നോക്കോളൂ, 2014 വടകര ഒരു നല്ല മണ്ഡലമാണ്, ഇതിനൊരു നല്ല സ്പെസിമനാണ്. വടകര എടുത്താൽ 2014 അവിടെ മുല്ലപ്പള്ളി രാമേന്ദ്രനെതിരെ മത്സരിച്ച് ഷംസീറാണ്. ഷംസീർ എത്ര വോട്ടിനാണ് തോറ്റെന്നറിയോ? 3000 വോട്ടിനാണ് തോറ്റത്. അവിടെ ജമാഅത്തിന് വലിയ ആധിപത്യമുണ്ട്, SDPIക്ക് വലിയ ആധിപത്യമുണ്ട്. ആ വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടത് ഷംസീറിന് അനുകൂലമായിട്ടാണ്. എന്നാൽ 2019 വരുമ്പോൾ ആ സ്ഥിതി അതല്ല. P. ജയരാജന് ആ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി ജയിച്ചാൽ പ്രധാനമന്ത്രിയാകും എന്നുള്ള പ്രചാരണം UDF എല്ലായിടങ്ങളിലും എത്തിക്കാൻ കഴിഞ്ഞു. ആ വിഭാഗവും അങ്ങനെ വിചാരിച്ചു. അതുകൊണ്ട് ആ വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം സ്ഥിതി അതല്ല. ഞാൻ വിചാരിക്കുന്നത് മുസ്ലിം വോട്ടിൽ നല്ലൊരു ശതമാനം, സമസ്തയുടെ നിലപാട് വളരെ പ്രധാനമാണ് ഇക്കാര്യത്തിൽ. അത് സമസ്ത ഇപ്രാവശ്യം പൊന്നാനിയിൽ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. പൊന്നാനിയിൽ ഒരു പാഠം ലീഗിനെ പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറാൻ ആലോചിക്കുന്നതെന്ന് പോലും ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, ഈ
പറയുന്ന ഈ ഓരോ പള്ളികളിലും വെള്ളിയാഴ്ച നിസ്കാരങ്ങൾക്ക് കുത്ബ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ഇടയലേഖനം വായിക്കുന്നത് പോലെ തന്നെ ഒരു പ്രഭാഷണമാണ്. അതൊരു മൈക്രോ യൂണിറ്റാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, ആ പള്ളിയിൽ വരുന്നവർ. അതാണ് പിന്നീട് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ സമസ്തയുടെ നിലപാട് വളരെ പ്രധാനമാണ്. ഓരോ മഹല്ലുകളിലും എന്താണ് സമസ്ത എടുക്കുന്ന നിലപാട് എന്നുള്ളത്. സമസ്ത പറയാറുണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്താറില്ല, ഞങ്ങൾ നിലപാടെടുക്കാറില്ല എന്ന് പറയുമെങ്കിൽ പോലും ഈ പറയുന്ന പള്ളികളിലെ ഈ പ്രാർത്ഥനാ നിസ്കാരത്തിന് ശേഷം നടത്താൻ പോകുന്ന പ്രഭാഷണങ്ങൾ ഇനി അടുത്ത ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ പ്രധാനമായിട്ടും ഈ മുസ്ലിം വോട്ട് ബാങ്കിൽ നല്ല വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു പ്രതീക്ഷ LDF ഈ തിരഞ്ഞെടുപ്പിലുള്ളൂ. അപ്പോൾ സ്ട്രോങ് ആയ ആൻറ്റി ഇൻകംബൻസി ഒരു പ്രമുഖ സമുദായം മാറി നിൽക്കുന്നു. ഈ രണ്ട് സാഹചര്യങ്ങൾ വെല്ലുവിളിയാകുമ്പോൾ മുസ്ലിം വോട്ട് നല്ല രീതിയിൽ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ LDF ഒരു തെറ്റില്ലാത്ത വിജയം നേടാം. പക്ഷേ അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. 2004 കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 2004 കേരളത്തിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നറിയാവോ? 18-2 ആണ്. 18 പോയതും LDF-നാണ് പോയത്. 18 ഒരു സീറ്റാണ് പിന്നെ UDF കിട്ടിയത്. അത് അഹമ്മദിൻ്റെ സീറ്റാണ് മലപ്പുറത്ത്. ഒരെണ്ണം മൂവാറ്റുപുഴയിൽ PC തോമസിലാണ്. NDAക്ക് ഒരു MPയെ കിട്ടി. ഒരൊറ്റ കോൺഗ്രസ് MPമാർ ജയിച്ചിട്ടില്ല 2004 തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന് അനുകൂലമായിരുന്നു, ഏറെക്കുറെ അനുകൂലമായിരുന്നു. വാജ്പേയി സർക്കാരിനെ താഴെ വീഴ്ത്തി UP അധികാരത്തിൽ വന്നു, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. ആ സമയത്ത് കേരളത്തിൽ ഇങ്ങനൊരു റിസൾട്ടാണ് ഉണ്ടായത്. എന്താ കാരണം എന്നറിയാവോ? ആൻറ്റി ഇൻകംബൻസിയാണ്. ആ ആൻറ്റി ഇൻകംബൻസിയുടെ ഭാഗമായിട്ടാണ് അന്ന് AK ആന്റണി രാജിവെക്കുന്നത്. അന്ന് ഈ പറയുന്ന പലസ്തീൻ ഇഷ്യൂ ഇല്ല, അന്ന് ഈ പറയുന്ന വന്യജീവി പ്രശ്നങ്ങളില്ല, അന്ന് UDF-ൽ മുസ്ലിം വോട്ട് ഇൻടാക്റ്റാണ്, അന്ന് ക്രിസ്ത്യൻ വോട്ട് ഇൻടാക്റ്റാണ്. എന്നിട്ട് കൂടിയും UDF-ന് അങ്ങനെ വലിയൊരു വീഴ്ച സംഭവിച്ചു. അതിൻ്റെ കാരണം ആൻറ്റി ഇൻകംബൻസിയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ മുസ്ലിം വോട്ട് ഇപ്പുറത്തോട്ട് വന്നാൽ പോലും അതിശക്തമായ ഒരു ആൻറ്റി ഇൻകംബൻസി വേവാണ് കേരളത്തിലുടനീളം ഉള്ളത് എങ്കിൽ ഒരു ചെറിയ വെല്ലുവിളിയല്ല LDF-നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. അത് വലിയ അഡ്വാൻറ്റേജായി നിൽക്കുന്നത് UDF-നാണ്. ഇതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. സുജയ, CPIM ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് തയ്യാറെടുത്തിട്ടില്ല. എല്ലാവരെയും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിപ്പിക്കുന്നത്. അതായത് 2023 കഴിഞ്ഞ വർഷം ലീഗ് വിട്ട് എത്തിയ KS ഹംസ മുൻ ലീഗ് നേതാവ് പോലും CPIM-ന്റെ സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും പാർട്ടി എൻഡോഴ്സ് ചെയ്യുന്ന സ്ഥാനാർത്ഥികളാണ് ഈ 15 പേരും. അതിൽ പുതുമുഖങ്ങളായ അല്ലെങ്കിൽ നമുക്ക് അത്ര പരിചിതരായ അല്ലാത്ത 2 പേരാണ് KS ഹംസയും ഒപ്പം ഷൈൻ ടീച്ചറും. ഇതിൽ ഉണ്ണി സാർ സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു. അതായത് ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അത് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും പ്രതിഫലിക്കുന്നുണ്ട്. ഏതെങ്കിലും 1-2 ഇടങ്ങളിൽ മാത്രമല്ല, എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് ക്രോസ് സെക്ഷൻ, സൊസൈറ്റിയുടെ ഏത് ക്രോസ് സെക്ഷനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഉയരുന്ന പബ്ലിക് ഒപ്പീനിയനിൽ ഈ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് പെട്ടെന്ന് രൂപപ്പെട്ടതോ അല്ലെങ്കിൽ എതിർ കക്ഷികൾ അത്ര സ്ട്രോങ് ആയതുകൊണ്ടോ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതോ ആയ ഒരു വികാരമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ജനങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടായതാണ്. 2004 സമാനമായ ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ കേരളത്തിലുണ്ട് എന്നതാണ് വസ്തുത. അപ്പോൾ 2021 കിട്ടിയ മാൻഡേറ്റ് അത് തുടർ ഭരണത്തിന് ആദ്യ പിണറായി സർക്കാരിനുള്ള ഒരു പ്രശസ്തി പത്രം പോലെ കിട്ടിയ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യ 2 വർഷങ്ങളിൽ അഭിരമിച്ചു. അതിന്മേൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി തീർച്ചയായും അവർ തിരിച്ചറിയുന്നുണ്ട്, CPIM തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് ഈ പറയുന്ന ഏക സിവിൽ കോഡ് വിഷയത്തിലായാലും പൗരത്വ പ്രക്ഷോഭ സമയത്തായാലും ഇപ്പോൾ ഇടതുപക്ഷത്തിന് ചാൻസ് കൂടുതൽ കിട്ടാനുള്ള ഒരു സാധ്യത വരുന്ന പൗരത്വം തന്നെയാണ്. പൗരത്വ വിഷയത്തിൽ അതിപ്പോൾ മാർച്ച് 1-ാം വാരത്തിൽ തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇടതുപക്ഷമായിരിക്കും കേരളത്തിൽ അതെടുത്ത് ഉപയോഗിക്കാൻ പോവുക. ഈ തെരഞ്ഞെടുപ്പിൽ CPIM-ന് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല വെപ്പൺ എന്ന് പറയുന്നത് അതേ വിഷയമായിരിക്കും. ഈ മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് UDF-നൊപ്പം ഇൻടാക്റ്റായി നിന്നു 2004 എന്ന് പറഞ്ഞാലും ഇടതുപക്ഷത്തിന് അത് ഗുണമായി മാറിക്കൊണ്ടിരിക്കുന്ന മാസങ്ങളാണ് കഴിഞ്ഞു പോയതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് പലയിടങ്ങളിലും നിശബ്ദമായിരുന്നു. അതായത് ഇടതുപക്ഷം ഒരു സെമിനാർ സംഘടിപ്പിക്കുന്ന വിഷയം എടുക്കുമ്പോൾ മുതൽ ഓരോ ഘട്ടത്തിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും കോൺഗ്രസ് നേതാക്കൾക്ക് പെട്ടെന്ന് അതിൽ ഒരു പ്രതികരണം നടത്തുന്നതിന് കഴിയാത്ത ഒരു സാഹചര്യം. ഹൈക്കമാൻഡിൻ്റെ നിലപാട് ഏതാണ്, സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് ഏതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ദിവസങ്ങൾ അവർ ഒരു തീരുമാനം പറയുന്നതിന് വേണ്ടി പാഴാക്കുന്നത് നമ്മൾ കാണുന്നു. ശശി തരൂരിനെ പോലെയുള്ള നേതാക്കൾ പോയി പറയുന്ന നിലപാട് നമ്മൾ കാണുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നയത്തെക്കാളും മുസ്ലിങ്ങളെ അതേ രീതിയിൽ എൻഡോഴ്സ് ചെയ്യാനായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു ഭയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് BJP-യേക്കാൾ വലിയ ഹിന്ദു പാർട്ടിയാണ് തങ്ങളെന്ന് അങ്ങനെ യഥാർത്ഥത്തിൽ അവർ അങ്ങനെയല്ല, എന്നാൽ അങ്ങനെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കോൺഗ്രസ് നടത്തുന്നതാണ് മുസ്ലിം വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ UDF-ന് അങ്ങനെ സംഭവിക്കുകയും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗത വോട്ടുകൾ, മുസ്ലിം സമുദായത്തിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ അത് ഇടതുപക്ഷത്തിലേക്ക് വരികയും ചെയ്താൽ അത് ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ പലരും മുസ്ലിം സമുദായത്തോട് ചേർന്ന് നിൽക്കുന്നവരോ അല്ലെങ്കിൽ അവരോട് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നവരോ ആണ്. അത് ഓരോരുത്തരെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ചും മലബാറിൽ അതിനുള്ള ഗുണമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും
കാസർഗോഡ് ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചുവരവിനുള്ള ഒരു സാധ്യത കാണുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അകന്നുപോയ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നതിൽ തന്നെയാണ്. കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു തരംഗവുമില്ല. ആ ഒരു കാറ്റിൻ്റെ ഒപ്പം ഇങ്ങനെ പാറിപ്പോയി കിട്ടിയ സീറ്റുകൾ കുറേയുണ്ട്. അതൊക്കെ തിരിച്ച് LDFിലേക്ക് തന്നെ വരാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇടതുപക്ഷത്തിന് തിരിച്ചു വരാനായിട്ടുള്ള ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട്, അതായത് രണ്ടാം പിണറായി സർക്കാരിനെതിരായ വികാരമൊക്കെ അവിടെയുണ്ട്, അത് വസ്തുതയാണ്. മറ്റു വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളിൽ ആളുകൾക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾക്ക് ഒപ്പമുള്ളത് തങ്ങളാണ് എന്ന ഒരു ധ്വനി ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ലീഗിനടക്കം അക്കാര്യത്തിൽ അമർഷമുണ്ട്. യഥാർത്ഥത്തിൽ ലീഗിന്റെ അണികളിൽ പലർക്കും ആ അമർഷമുണ്ട് എന്നുള്ളത് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആര്യടൻ ഷൗക്കത്തിന്റെ റാലി നടന്ന വേളയിലൊക്കെ അത് പ്രത്യക്ഷമായി രംഗത്ത് വന്നതാണ്. ഇപ്പോൾ ഹംസയ്ക്ക് വേണ്ടി സമസ്ത AP വിഭാഗം രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. അപ്പോൾ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തിന് കൂടുതലായി ഇത്തവണ കിട്ടും. 2019 കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്യപ്പെടുമെന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ നഷ്ടപ്പെടാൻ പോകുന്നത് ഹിന്ദു വോട്ടുകളാണ്. ആ ഹിന്ദു വോട്ടുകൾ എവിടേക്ക് പോയി ചേക്കേറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം മുസ്ലിം പ്രീണനം എന്ന് പറയുമ്പോൾ അതിലൊരു ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്ന ഒരു എലമെന്റ് എതിർ പക്ഷത്ത് നിൽക്കുന്നവർക്ക് സ്ഥാപിക്കാൻ എളുപ്പമാണ്. ആ രീതിയിൽ സമുദായവും മതവും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വോട്ട് പിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം മുസ്ലിങ്ങൾക്കൊപ്പം ഞങ്ങളാണുള്ളത് എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നവർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ എളുപ്പമാണ്. ആ രീതിയിലുള്ള ഒരു വോട്ട് പിടുത്തത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഇടത് ഹിന്ദു വോട്ടുകൾ എന്ന് അവർ കരുതുന്ന വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായാലും UDFനോ കോൺഗ്രസിനോ ആയിരിക്കില്ല എന്നൊരു വസ്തുത കൂടി അവർ മനസ്സിലാക്കണം. BJPയുടെ അല്ലെങ്കിൽ NDAയുടെ വോട്ട് ഉയരുന്നതിൽ നിർണായകമായി മാറുക ഈ രണ്ട് ഫാക്ടേഴ്സ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് ചോരുന്ന വോട്ടുകൾ BJPയിലേക്ക് പോവുകയും കോൺഗ്രസിൽ നിന്ന് വിഘടിക്കുന്ന മുസ്ലിം വോട്ടുകൾ CPMലേക്ക് വരികയും ചെയ്യുമ്പോൾ അതിൽ UDFന്റെ ബലം കുറയുന്നത് യഥാർത്ഥത്തിൽ ഗുണമാകാൻ പോകുന്നത് CPIനാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നിൽ നിന്ന് ഉയരാനുള്ള സാഹചര്യമൊക്കെ നിലവിലുണ്ട്. അതുകൊണ്ട് ചിത്രം തെളിയുമ്പോൾ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള വലിയൊരു തകർച്ച ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. CPM ചിത്രം തെളിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. പതിവ് പോലെ എല്ലാവരേക്കാൾ മുന്നേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് CPM കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഇപ്പോൾ ഇതിൽ ഒരു പുതുമയുള്ളത് ഈ പറഞ്ഞ പോലെ സ്വതന്ത്രർക്കും പാർട്ടി ചിഹ്നം എന്നുള്ളതാണ്. അതിപ്പോൾ ദേശീയ തലത്തിൽ കണക്കാക്കുമ്പോൾ എല്ലായിടത്തും ചിഹ്നം ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി ദേശീയ പാർട്ടിയായി നിലനിർത്തുക എന്നുള്ളത് പ്രധാനമാണല്ലോ. അതുകൊണ്ട് കൂടിയാണ് CPM ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാകുന്നത്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ മത്സരത്തിലേക്ക് വിടുമ്പോൾ അപ്പുറത്ത് സിറ്റിംഗ് MP എതിരിടാൻ വന്നിരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ആ രൂപത്തിൽ ശക്തരാണോ എന്നുള്ള സംശയം പല മണ്ഡലങ്ങളും ഉയർത്തുന്നുണ്ട്. അത് ചിലപ്പോൾ തിരിച്ചടിയാകും എന്നുള്ളൊരു സാഹചര്യം നിൽക്കുന്നു. പിന്നെ നമ്മുടെ സർവേയിൽ പറഞ്ഞതുപോലെ സർക്കാർ വിരുദ്ധ വികാരം അതിശക്തമാണ്. അതിപ്പോൾ നവകേരള യാത്രയായാലും ഇപ്പോൾ നടക്കുന്ന മുഖാമുഖമായാലും, ഇപ്പോൾ നമ്മുടെ സർവേക്കൊക്കെ ശേഷമാണ് മുഖാമുഖം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകളോട് നന്നായി പെരുമാറുന്ന ഒരു സർക്കാർ, ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഈ തുടർഭരണം കിട്ടാൻ തന്നെ കാരണം കോവിഡ് കാലത്ത് രക്ഷകരായി നിൽക്കുന്ന ഒരു സർക്കാർ, ഈ രക്ഷകരായി നിൽക്കാൻ ഇവർക്കേ കഴിയുകയുള്ളൂ എന്നൊരു തോന്നലിൽ നിന്നാണ് വീണ്ടും ആ പാർട്ടിയെ തന്നെ വീണ്ടും തെരഞ്ഞെടുത്തുള്ളത്. അപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു. അന്ന് കിറ്റായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ജീവിക്കാനുള്ള കിറ്റ് അത് കിട്ടുന്നു ഓരോ വീട്ടിലും. എത്ര ബുദ്ധിമുട്ടിയാലും ആ കിറ്റ് കിട്ടുന്നു എന്നുള്ളത് ഇപ്പോൾ സപ്ലൈകോയുടെ ബന്ധപ്പെട്ട വിവരങ്ങളും അതിനോടുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പല മേഖലകളിൽ പല തലങ്ങളിൽ സർക്കാർ വിരുദ്ധ വികാരം അതിശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഈ മുഖാമുഖത്തിലടക്കം ചോദ്യങ്ങളോട് മുഖം തിരിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കടക്കു പുറത്ത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു രീതിയുണ്ട്. പ്രധാനപ്പെട്ട കേസുകൾ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് BJPയുടെ പദയാത്ര അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഇരട്ട അക്കത്തിലേക്ക് എത്തുമെന്നാണ്. ഇരട്ട അക്കത്തിലേക്കൊന്നും എത്തുകയില്ലെങ്കിലും മാസപ്പടി വിഷയം ഒന്ന് പറയാതെ പറയുന്നുണ്ട് പ്രധാനമന്ത്രി. അപ്പോൾ ഏത് രൂപത്തിലായിരിക്കും ആ കേസ് മുറുകുക എന്നുള്ള സംശയം അവിടെ നിൽക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ദിവസങ്ങൾ അടുക്കുന്തോറും ആ രൂപത്തിൽ ഇപ്പോൾ പ്രതികരണങ്ങളും ആ രൂപത്തിൽ വരുന്നുണ്ട്. അന്വേഷണം ഏത് ഘട്ടത്തിലേക്ക് എത്തും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ രൂപത്തിൽ നോക്കുമ്പോൾ വലിയ വെല്ലുവിളി ഈ കാര്യത്തിൽ CPMനുണ്ട്. LDFനെ സംബന്ധിച്ച് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് അത് ഒരു വിജയത്തിനുള്ള ഒരു സാഹചര്യമാണ് എന്നൊന്നും പറയാൻ വയ്യ. കഴിഞ്ഞതിനേക്കാൾ ഒരു മികച്ച സാഹചര്യമാണ് ഇത്തവണയുള്ളതെന്ന് ഞാൻ കരുതുന്നില്ല. ചിത്രം തെളിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇനി തുടരുന്നുണ്ടോ ഈ വിഷയത്തിൽ ചർച്ച? നികേഷ് കുമാർ, ഇക്കാര്യത്തിൽ എനിക്കതിനോട് വിയോജിപ്പുണ്ട്. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഉണ്ണി പറഞ്ഞതിനോട് എനിക്കൊരു ചില കൂട്ടിച്ചേർക്കലുകൾ ഉള്ളത്. നോക്കൂ, ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും ഒരു നിലപാടെടുക്കുന്നത് അത് മറ്റൊരു ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്നൊരു വിലയിരുത്തൽ എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് നമുക്കൊന്നുകൂടി
പരിശോധിക്കേണ്ടി വരും. കാരണം ലെഫ്റ്റിന് എപ്പോഴും ന്യൂനപക്ഷ വോട്ടുകൾ കേരളത്തിൽ കുറവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പാർട്ടിയാണ് CPM എന്ന് പോലും വിലയിരുത്തൽ പോലും രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ എല്ലാ കാലഘട്ടത്തിലും മതേതരത്വത്തിനും ന്യൂനപക്ഷത്തിനും അനുകൂലമായിട്ടുള്ള നിലപാടാണ് ലെഫ്റ്റ് എപ്പോഴും എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ചർച്ച് ബില്ലിൻ്റെ കാര്യത്തിനകത്ത് നോക്കൂ, ഈ ചർച്ച് ബില്ല് എന്താണ് എന്നതിൻ്റെ കരട് പോലും നമ്മുടെ മുന്നിലില്ല. അത് യാക്കോബായക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ ഓർത്തഡോക്സിന് എതിരാണോ ഇതൊന്നും നമുക്കറിയില്ല. എന്ന് മാത്രമല്ല, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ ബില്ലിൻ്റെ കരട് രൂപം കാണുന്നതിന് മുമ്പ് തന്നെ ആ ബില്ല് പാസ്സാക്കി കൊടുക്കില്ല എന്നുകൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമസഭയിൽ വന്നിട്ടില്ല, കരട് നമുക്കറിയില്ല, ചർച്ച നടത്തിയിട്ടില്ല, പാസ്സായിട്ടില്ല, ഗവർണർക്ക് അയച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ഞാനത് പാസ്സാക്കാൻ പോകുന്നില്ല എന്ന്. മണിപ്പൂർ വിഷയത്തിലും ഇപ്പോൾ നമ്മൾ നേരത്തെ മുസ്ലിം വിഷയങ്ങളിലൊക്കെ ഇടപെട്ട കാര്യം പറഞ്ഞല്ലോ, മണിപ്പൂർ വിഷയത്തിലും വളരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് CPM എടുത്തിട്ടുള്ളത്. കേരളത്തിൽ പ്രചരണം സംഘടിപ്പിക്കുന്ന കാര്യത്തിനായാലും മണിപ്പൂരിലേക്ക് സന്ദർശക സംഘത്തെ അയക്കുന്ന കാര്യത്തിനായാലും വളരെ ശക്തമായിരുന്നു. പിന്നെ ഈ ന്യൂനപക്ഷ ക്രിസ്ത്യൻ വോട്ടുകൾ ഉള്ള മേഖലകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇടുക്കിയിൽ ഭൂവിനിയോഗ ബില്ല് പാസ്സാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള നടപടികളെടുത്ത ഒരു മന്ത്രിസഭയാണിത്. ഇടുക്കി മലയോര മേഖലകളെ ആകെ തന്നെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അക്കാര്യത്തിൽ അതിനുശേഷം ഈ ഭൂവിനിയോഗ ബില്ല് പാസ്സാക്കിയതിന് ശേഷം ഇടുക്കിയിൽ CPM ജില്ലാ കമ്മിറ്റി ഒരു വലിയ ജാഥ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. വളരെ എനിക്ക് തോന്നുന്നത് ഇടുക്കി ജില്ലാ ഘടകം വളരെ പോസിറ്റീവായിട്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഔട്ട്കമിനെ കാണുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടറിൻ്റെ അഭിപ്രായ സർവേയിൽ പോലും വളരെ ചെറിയ മാർജിനിലാണ് UDFന് വിജയം പറയുന്നത്. അപ്പോൾ അത് മറികടക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് LDF അവിടെ ഉള്ളത് എന്ന് വേണം അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കേരള കോൺഗ്രസ് M LDFിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പൂർണ്ണമായും നഷ്ടപ്പെടുന്നു എന്നുള്ള നിലപാടെടുക്കാൻ സമയമായിട്ടില്ല. ഒന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവ്, രണ്ട് ഇടുക്കി പോലുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ ഭൂവിനിയോഗ ബിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യം. പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞു നമുക്ക് നമ്മൾ പല സംഭവങ്ങളും ഒരു സംസ്ഥാനത്ത് നടക്കും, പ്രത്യേകിച്ച് ഒരു മുന്നോട്ട് പോകുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ ചിലപ്പോൾ ലാത്തിച്ചാർജ് ഉണ്ടാവും, ചിലപ്പോൾ ഈ പറയുന്ന നമുക്കൊക്കെ ദൃശ്യങ്ങൾ കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ ഒരു ആൻറ്റി ഇൻകംബൻസി ആയി വരും എന്നുള്ളത് ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അസസ്മെൻറ്റോ മാത്രമാണ്. ഞാൻ എല്ലാ ചർച്ചകളിലും ആൻറ്റി ഇൻകംബൻസിക്ക് ആധാരമായി പറയുന്ന രണ്ട് കാരണങ്ങൾ, ഒന്ന് 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിയും ഈ സെറ്റ് ഓഫ് തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയമാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം അത് LDFന് അനുകൂലമാണ് എന്ന് മാത്രമല്ല ആ പരാജയത്തെക്കുറിച്ച് പഠിക്കും എന്ന് മുൻ KPCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള K മുരളീധരൻ പറയുകയുണ്ടായി. അത് സാധാരണഗതിയിൽ UDFന് ഒരു ഞെട്ടലുണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് ഒരു തോന്നലാണോ എന്നുള്ള സംശയം UDFനെ സംബന്ധിച്ചിടത്തോളവും വന്നു ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിനെതിരെയുള്ള മാത്രം ആൻറ്റി ഇൻകംബൻസി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമുക്ക് 19 MP ഇതിപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവോടുകൂടി 18 MP UDFിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഈ സ്ഥലം MP ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകില്ലേ? ഉണ്ട് എന്നാണല്ലോ കോൺഗ്രസ് തന്നെ വിലയിരുത്തിയിരിക്കുന്നത്. 5 MP മാറ്റി നിർത്തണം എന്നുള്ള ആദ്യഘട്ട ചർച്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സുനിൽ കനകോലുവിന് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ നിർണായകമായ പങ്കുണ്ടാവുമെന്നൊക്കെ ആദ്യം കേട്ടിരുന്നതാണ്. ചില MP മാറ്റി നിർത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ രണ്ടും ഉണ്ടാകണം എന്നുള്ളതാണ്. ശരിയാണ്, ഞാനത് പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്താൻ പോകുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇന്ത്യയിലെ പാർലമെൻറ്റിൽ ഇടതുപക്ഷം വേണോ എന്നുള്ള ചോദ്യത്തിന് കേരളമാണ് പ്രധാനമായ ഉത്തരം നൽകേണ്ടത്. കാരണം ഇവിടെ നിന്ന് 7 പേരെ ജയിപ്പിച്ചാൽ മാത്രമേ, 2 എണ്ണം ഇനി അഥവാ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുവാണെങ്കിൽ തന്നെയും 5 എണ്ണം കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചാൽ മാത്രമേ ദേശീയ പാർട്ടി CPMനെ നിലനിർത്താൻ കഴിയൂ. ഇല്ലെങ്കിൽ അറിയാലോ, അരിവാൾ ചുറ്റിക നക്ഷത്രം കേരളത്തിന് പുറത്ത് മറ്റ് സ്വതന്ത്രർക്ക് വീതം വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ ആ നിലയിൽ ഇവിടുത്തെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയാണിത്. അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. ഈ സഭയുടെ വിഷയത്തിൽ MP നികേഷ് കുമാർ, ഈ സഭയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഈ വന്യജീവികൾ നാട്ടിലേക്ക് വരുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ ബിഷപ്പുമാരുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടാണല്ലോ. ഇപ്പോൾ ഇടുക്കിയിലും ഡീൻ കുര്യാക്കോസ് ഇപ്പോൾ നിരാഹാര സമരം തുടങ്ങിയിരിക്കുന്നു. അവിടെ പടയപ്പ എന്ന ആന അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു ഡ്രൈവറെ കാട്ടാന കൊന്നു. അപ്പോൾ അവിടെയും ഇടുക്കിയിലും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്.
അല്ല, വന്യജീവികളൊക്കെ വലിയ പ്രശ്നം തന്നെയാണ് സ്മൃതി, അക്കാര്യത്തിലൊന്നും സംശയമില്ല. അതൊക്കെ അതിനകത്ത് പ്രത്യേകിച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ്റെ ഒരു ജീവനില്ലാത്ത ഇടപെടലൊക്കെ തന്നെയും ആളുകളിൽ വലിയ നിലയിൽ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. മലയോര മേഖലയിലെ ആളുകൾക്ക് സമാധാനപൂർവ്വം അവരുടെ വീടുകളിൽ കിടന്നുറങ്ങണം. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ആ വകുപ്പിന് കാര്യങ്ങൾ ഗൗരവമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോവുകയാണ് വേണ്ടത്. അക്കാര്യത്തിൽ എനിക്കൊന്നും തർക്കമില്ല. ഉണ്ട്, ആൻറ്റി ഇൻകംബൻസിയൊക്കെ സ്വാഭാവികമായിട്ടും ചലനാത്മകമായ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. പക്ഷേ അത് ഒരു 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 തരത്തിലും ഒരു ദിശയിലും മാത്രമായിരിക്കില്ല എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. നികലക്ഷ്ണൻ, ഈ മലപ്പുറത്ത് ഒക്കെ സമസ്തയുടെ ഒരു നിലപാട് മാറ്റം അത് ആ രൂപത്തിൽ ലീഗിനെ കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ സമസ്ത മാറുമെന്നൊക്കെ പറയുന്ന അല്പം അതിശയോക്തി ഇതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗം ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പല നിലപാടുകളോടും യോജിക്കാത്ത വിഭാഗമാണ്. നേരത്തെ ഇവിടെ സുജയെ സൂചിപ്പിച്ചതുപോലെ ഒരു മൃദുഹിന്ദുത്വ സമീപനമാണ് ഇത്തരം കാര്യങ്ങളിൽ, പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മതേതര നിലപാട് ശക്തമായി എടുക്കേണ്ട വിഷയങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം നല്ലൊരു വിഭാഗം ആളുകൾക്കുണ്ട്. മറുവശത്ത് ഇടതുപക്ഷം വളരെ കർശനമായ നിലപാടുകൾ ഇത്തരം സന്ദർഭങ്ങളിൽ എടുക്കുന്നു എന്നുള്ളത് അവർക്ക് പോസിറ്റീവ് ആവുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വിഭജനം സമസ്തയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്ന് മാത്രവുമല്ല, സമസ്തയും ലീഗുമായി നേർക്കുനേർ പോരാടുന്നൊരു സന്ദർഭം തന്നെ വന്നല്ലോ. ഇപ്പം പരസ്യമായല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. ഇപ്പം PMA സലാം വന്നിട്ട് പറഞ്ഞത് പല ഘട്ടങ്ങളിൽ PMA സലാം ഒളിയം പെയ്യുകയായിരുന്നല്ലോ സമസ്തയുടെ നേതൃത്വത്തിനെതിരായിട്ട്. അപ്പോൾ ആ രീതിയിൽ ഇത് പരസ്യമായി തന്നെ ഒരു നമ്മളിതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത പരസ്യമായ വിഴുപ്പലക്കുകളിലേക്കും വാഗ്വാദങ്ങളിലേക്കും സമസ്തയും ലീഗും പോകുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പം സമസ്തയിലെ ഭിന്നിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രകടമാണ്. ഇനി സമസ്തയുടെ ഭിന്നിപ്പിൽ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സമസ്തയ്ക്ക് ഈ സമുദായത്തിന് മേലുള്ള ആധിപത്യം അവർക്ക് തെളിയിച്ചേ പറ്റുകയുള്ളൂ. അത് അവരുടെ കൂടെ ഒരു എക്സിസ്റ്റൻസിന്റെ ആവശ്യമാണ്. പക്ഷേ മലപ്പുറത്തും പൊന്നാനിയിൽ നിൽക്കുന്ന ലീഗ് സ്ഥാനാർത്ഥികൾ എന്നതും പ്രധാനമാണ്. അത് വളരെ പ്രധാനമാണ്. അവരോട് സമസ്തയ്ക്കുള്ള നിലപാട് പ്രധാനമാണ്. ഇപ്പോൾ പൊന്നാനിയിൽ ആര് മത്സരിക്കണം എന്നതിൽ ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. സിറ്റിംഗ് MP തന്നെ പൊന്നാനിയിൽ ഇറങ്ങുമോ? അത് പക്ഷേ അല്ല, തോൽക്കുമോ എന്നുള്ള ഭയം കൊണ്ടല്ല, തന്റെ നാട് അതാണ് എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യം. 2004 പൊന്നാനിയിൽ TK ഹംസ ജയിച്ചില്ലേ? പൊന്നാനി ഒരു ബാലികേറാ മലയല്ല. 2024 KS ഹംസയ്ക്ക് ജയിച്ചൂടെ? അപ്പം ഞാൻ പറയുന്നത്, അപ്പം അതിനു മുമ്പ് അവിടെ ജയിച്ച ചരിത്രമുണ്ടെന്ന് മാത്രമല്ല, ആ പൊന്നാനി മണ്ഡലത്തിൻ്റെ സവിശേഷത 4 മണ്ഡലങ്ങളും LDFിൻ്റെ കയ്യിലിരിക്കുന്ന, പൊന്നാനി എന്ന പേരുള്ള നിയമസഭാ മണ്ഡലം അടക്കം 4 മണ്ഡലങ്ങളും LDFിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണത്. ബാക്കി 3 മണ്ഡലങ്ങളെ പിന്നെ UDFിൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ പൊന്നാനി ഒരു ടാസ്ക് തന്നെയാണ്. അവിടെ സമസ്തയിലെ ഭിന്നിപ്പ്, സമസ്ത ഒരു തീരുമാനം എടുക്കുകയാണ്, ലീഗിനെ നിലയ്ക്ക് നിർത്തണം എന്ന് തീരുമാനിച്ചാൽ പൊന്നാനി ഒരു ബാലികേറാ മലയായി വരുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ഒരു അപകടകരം ലീഗിനെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് സമസ്ത എത്തുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ദേശീയ സാഹചര്യമാണല്ലോ ഏറ്റവും പ്രധാനം. ദേശീയ സാഹചര്യത്തിൽ ഇപ്പോൾ ലീഗിന് 2 MP പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു MP ആയിട്ട് അത് ചുരുങ്ങുന്നുണ്ടെന്ന് ദേശീയ സാഹചര്യത്തിൽ മാറ്റം വരുന്നില്ല നമുക്കറിയാമല്ലോ. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ BJP ജയിച്ചു വരികയാണെങ്കിൽ മാത്രമാണ് ദേശീയ സാഹചര്യത്തെ അത് ബാധിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷവും പിന്നെ UDFും കൂടി ചേർന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകും. അപ്പം അവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ സമസ്തയ്ക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സമസ്തയുടെ നിലപാട് ഈ തിരഞ്ഞെടുപ്പിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണെന്ന് ഞാൻ കരുതുന്നതുകൊണ്ടാണ്. ഈ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട്, ഞാനൊരു കാര്യം കൂടി പറയാം. ഇപ്പം ആലപ്പുഴയിൽ ആരിഫ് ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയായിരിക്കും. KC വേണുഗോപാൽ വന്നാൽ പോലും ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയായിരിക്കും ആരിഫ് എന്ന് ഞാൻ വിചാരിക്കും. എന്താ കാര്യം എന്നറിയാമോ? മുസ്ലിം നാമധാരികളായ MP ഇന്ത്യയിൽ കുറവാണെന്നേ. അവിടെ MP അത് LDF UDF എന്നൊരു പ്രശ്നമല്ല അവിടെ വരാൻ പോകുന്നത്. കഴിഞ്ഞ 2014 സ്ഥിതിയൊന്നുമല്ല, 2019 കടന്ന് 2024 വരുമ്പോൾ ആരിഫ് അവിടെ കരുത്തനാകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. വലിയ അത്ര എളുപ്പമൊന്നുമല്ല പിന്നെ UDF സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിച്ചു വരിക എന്നുള്ളത്. എൻ ബ്ലോക്കായിട്ട് ഈ പറയുന്ന കരുനാഗപ്പള്ളി മുതൽ അരൂര് വരെയുള്ള പിന്നെ മുസ്ലിം വോട്ടെന്ന് പറയുന്നത് ഒരു സംശയവുമില്ലാതെ ആരിഫിന് വേണ്ടി പോൾ ചെയ്യപ്പെടുന്ന ഇപ്പുറത്തെ N ബ്ലോക്കായി KC വേണുഗോപാലിലേക്ക് പോകും. കഴിഞ്ഞ തവണ BJPക്ക് ഉണ്ടായ വോട്ട് വർധനവ് KC വരികയാണെങ്കിൽ കുറയും. അല്ല, അതുണ്ടായിക്കോട്ടെ. അപ്പം അതൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞാൻ പറയുന്നത് ഇതൊരു സാധ്യതകളാണ്, നമ്മളിപ്പോൾ സാധ്യതകളാണല്ലോ നോക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു വലിയ ഈ കേരളത്തിലെ മുസ്ലിം സമുദായം വളരെ
പൊളിറ്റിക്കലി വോളട്ടൈൽ ആയിട്ടുള്ള സമുദായമാണ്. അവർ രാഷ്ട്രീയ ബോധത്തോടു കൂടി വളരെ സെൻസിബിളായി വോട്ട് ചെയ്യുന്ന ഒരു അങ്ങനെ തന്നെ വിഭാഗമാണ്. ഹിന്ദു രാഹുൽ ഉണ്ടെങ്കിൽ അതെ. കേസ് ഇല്ല, അങ്ങനെയെങ്കിൽ വയനാട്ടിലെ ഒരു മുസ്ലിം നാമധാരി തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ ജാതിയുടെ പേരിൽ നായർക്കഞ്ച്, ഈഴവന് 2 അങ്ങനെ പറഞ്ഞ് കോൺഗ്രസ് എന്തിനാണ് വീതം വെക്കുന്നത്? സ്ഥാനാർത്ഥിയുടെ മെറിറ്റ് നോക്കി കോൺഗ്രസ് നിർത്തണമെന്നേ. അല്ല, ഞാൻ പറയുന്നത് അതെല്ലാ രാഷ്ട്രീയ നമ്മൾ ഈ പാർട്ടികൾക്കും പൊതു തത്വങ്ങൾ പറയാം. അല്ല, മതേതരത്വമാണല്ലോ പറയുന്നത്. ഓരോ ഇപ്പൊ ഈ പറയുന്ന ഓരോ പിന്നെ മതം വെച്ച് അല്ല, അത് വിഭജിക്കുന്നത് ഒരു ഇലക്ടറൽ പൊളിറ്റിക്സിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ മത്സരിക്കുന്നത് അല്ല, ഇത് വീതം വെയ്പ്പിൽ പോലും സാമുദായിക സന്തുലനമാണ്. അല്ലാതെ ഇപ്പൊ ഈ ആദർശം പറഞ്ഞുകൊണ്ട് മത്സരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ, ഒരു സംശയമില്ല. പക്ഷേ ഈ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരു ഇലക്ടറൽ പൊളിറ്റിക്സിലേക്ക് വന്ന് കണ്ടസ്റ്റ് ചെയ്യുന്നത് ഓരോ വിജയിക്കാൻ കൂട്ടർക്കുമുള്ള വോട്ട് എത്ര എണ്ണിയിട്ട് തന്നെയാണ്. ഇപ്പൊ ഏത് സ്ഥാനാർത്ഥിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഇപ്പൊ പോയിട്ട് നിങ്ങളിപ്പം കെ ശൈലജ ടീച്ചറിനോട് അല്ലെങ്കിൽ എം വി ജയരാജനോട് ചോദിക്കുക, നിങ്ങൾക്ക് RSS വോട്ട് വേണോ, നിങ്ങൾ RSS വോട്ട് വേണ്ട എന്ന് പറയുമോ? അല്ലെങ്കിൽ BJP വോട്ട് വേണ്ട എന്ന് പറയുമോ? അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോട് ആന്റണിയോട് പോയി ചോദിക്കുക, നിങ്ങൾ BJPയുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ? മത്സരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല. മത്സരിക്കുന്നത് ഞാൻ ജയിക്കാനാണ്. ചോദിച്ചത് പറയുന്നത് അതല്ല. ഇത്രയേ ഉള്ളൂ, നമ്മൾ പൊതുതത്വങ്ങളെ എൻ്റെ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മത്സരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്രയോ മുന്നോട്ട് പോകുന്നു. അവിടെ ഇലക്ട്രൽ പൊളിറ്റിക്സിനകത്ത് കാൽക്കുലേഷൻസ് വളരെ പ്രധാനമാണ്, ഓരോ പോക്കറ്റുകൾ വളരെ പ്രധാനമാണ്, ഓരോ സമുദായങ്ങൾ വളരെ പ്രധാനമാണ്, ആ സമുദായങ്ങളിലെ ഉപവിഭാഗങ്ങൾ വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിലൊക്കെയാണ് വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നേ. ഇപ്പൊ BJPക്ക് ഇന്ത്യയിൽ ഗുണകരമാകുന്നത് എന്താണ്? ഒരൊറ്റ മതവിഭാഗമാണ്. ആ ഒറ്റ മതവിഭാഗത്തിനെ എന്തുകൊണ്ടാണ് BJP ഇന്ന് മുസ്ലിം സ്ഥാനാർത്ഥിയെ വേണ്ടാന്ന് തീരുമാനിച്ചത്? അത്ര എക്സ്റ്റെൻഡഡ് ആയിട്ടാണ് BJP മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മതേതരത്വത്തെ ഉദ്ഘോഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സീറ്റുകൾ വിട്ടുകളയാം, ഇങ്ങനെ ആദർശാത്മകതയുടെ പേരിൽ അങ്ങനൊന്നും ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പറ്റില്ല. അപ്പോൾ എല്ലാ കോമ്പിനേഷൻസ് അവിടെയാണ് എന്റെ ചോദ്യം. അവിടെയാണ് എന്റെ ചോദ്യം. സാമുദായിക സന്തുലനത്തോടുകൂടി സ്ഥാനാർത്ഥി നിർണയം വേണമെന്ന് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിന് ഉപാധിയായി പറയുകയാണ്. അതിന്റെ അടിസ്ഥാനം എന്താണ്? അങ്ങനെയാണെങ്കിൽ വയനാട് സീറ്റ് ലീഗിന് കൊടുത്തൂടെ? സാമുദായിക സന്തുലനമാകുമല്ലോ. മുസ്ലിം വിഭാഗത്തോടാണ് കൂറെങ്കിൽ, മുസ്ലിം സമുദായത്തോടാണ് കൂറെങ്കിൽ അവിടെ വയനാട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഒരു മുസ്ലിമിനെ നിർത്തുകയില്ല, ആ സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കണമെന്നേ. നല്ല നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അതിനെ പകരം അതാണ് ഇതിന്റെ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന വിഭാഗത്തിൽ ഒരു MP-യെ, ഞാനിനി MP-യുടെ കാര്യം വിട്ടു, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് BJPയുടെ ഒരു MLA-യെ പറ, ഇല്ലല്ലോ. മുസ്ലിം സമുദായത്തിൽ നിന്നില്ലല്ലോ. ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തെ ഉൾക്കൊള്ളുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. മുസ്ലിം സമുദായത്തെ ഉൾക്കൊള്ളുന്നത്, ധീവരരെ ഉൾക്കൊള്ളുന്നത്, അങ്ങനെ വിശ്വകർമ്മരെ ഉൾക്കൊള്ളുന്നത്, ഈഴവരെ ഉൾക്കൊള്ളുന്നത്, നായരെ ഉൾക്കൊള്ളുന്നത്, ബ്രാഹ്മിൻസിനെ ഉൾക്കൊള്ളുന്നത്, ഇങ്ങനെ ഒരു ഉൾക്കൊള്ളലാണ്. ഉൾക്കൊള്ളലും വീതം രണ്ടാണ് ഉണ്ണി സാറേ. ആ ഇൻക്ലൂസീവ് അതിന് വീതം വെക്കലിനെ കുറിച്ചാണ് KC പറഞ്ഞത്. ഞാൻ മത്സരിക്കണമെങ്കിൽ ഇതാണ് കണ്ടീഷൻ. ഇതാണ് കണ്ടീഷണലാണ്. മുസ്ലിം കാൻഡിഡേറ്റ് അപ്പുറത്ത് വേണമെന്ന് പറയുന്നത് കണ്ടീഷണലാണ്. ഇൻക്ലൂസീവ്നെസ് ആണെങ്കിൽ അങ്ങനെയല്ല പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ലീഗ് ചോദിക്കുമ്പോഴേ അവർക്ക് അർഹതയുണ്ടല്ലോ 3 സീറ്റിന്, എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പോൾ പറയുന്നു സാമുദായിക സമവാക്യങ്ങൾ തകരുമെന്ന്. ഇതേ കോൺഗ്രസ് തന്നെയാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ തന്നെയാണ്. അല്ലല്ല, ലീഗിനോട് പറഞ്ഞിരിക്കുന്ന ന്യായം 15 പേരും സിറ്റിംഗ് MP-മാരാണ്. ആ 15 ഇപ്പോൾ വിട്ടുതരുന്ന എങ്ങനെയാണ് കോൺഗ്രസ് എന്നുള്ള അവരുടെ പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. ലീഗിന്റെ സഹായത്തോടെയാണല്ലോ ജയിച്ചത്. ആയിക്കോട്ടെ, അതിൽ സംശയമില്ല. അങ്ങനെയാണല്ലോ അവർ മുന്നണിയായിരിക്കുന്നത്. മന്ത്രി കൊടുത്തിട്ടില്ല ഇവിടെ. അതങ്ങനെയാ 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൽ എന്റെ വലിയ ഒരു ലോക്സഭാ MP-യെക്കാളും വലിയ പ്രശ്നമായിരുന്നല്ലോ 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൽ 5 മന്ത്രിമാരുണ്ടായിരുന്നു. എത്ര വലിയ പ്രതിഷേധങ്ങളാണ് കോൺഗ്രസ് നേരിട്ടിട്ടുള്ള ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നല്ല ഏറ്റവും ശക്തമായ പ്രതിഷേധമുണ്ടായത്. അതാ നിങ്ങൾ KCBC അടക്കമുള്ള ആളുകൾ, പിന്നെ സംഘടനകൾ അതിനെതിരായിട്ട് രംഗത്ത് വന്നില്ലേ. ഒരു പരിധിയോളം കേരള കോൺഗ്രസ് LDF-ലേക്ക് വിട്ടുപോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ സഭകളാണ്. അത് UDF-നകത്ത് അവർ നേരിട്ടൊരു പ്രതിഷേധം മാത്രമല്ല, അത് പല കാരണങ്ങൾ. കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ, കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ക്രിസ്ത്യൻസിനിടയിലും ക്രിസ്ത്യൻസ് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പല കാരണങ്ങളാൽ ഈ പറയുന്ന അകൽച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഒരു രാഷ്ട്രീയ സാഹചര്യം, ഒരു സാമൂഹിക സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലീഗിൻ്റെ 5-ാം മന്ത്രി വരുന്നു, ലീഗിന് പരിപൂർണമായ ആധിപത്യം വരുന്നു. ആ അർത്ഥത്തിൽ സഭകൾക്കൊരു പ്രതിഷേധം കോൺഗ്രസിനോടുണ്ടായി. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നേ 2021 തെരഞ്ഞെടുപ്പിൽ. അത് പ്രോഗ്രസ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇടുക്കിയാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും എറണാകുളം ആണെങ്കിലും ഇവിടെയൊക്കെ വലിയ വോട്ടിംഗ് പോപ്പുലേഷനാണ് പിന്നെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. അവിടെ
കളിക്കുന്നത് വലിയ കോൺഗ്രസ് വിജയമാണ് ആണ്. LDF ന് കിട്ടിയത്. അതിനകത്തൊന്നും ഒരു തർക്കമില്ല. കളിക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ സാമുദായിക സംഘടന എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം ആർജിക്കാനും LDF ന് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണെന്ന് ജനത്തിന് മനസ്സിലായി. CPM സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചാൽ ഇതൊന്നും ഘടകമായിട്ടില്ല എന്ന് സുജയ അല്ല, കരുതുന്നുണ്ടോ? CPIM സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിൽ ഘടകമായി എന്ന് മാത്രമല്ല, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഉറക്കെ വാക്ക് കൊടുത്തുകൊണ്ടാണ് അവർ ന്യൂനപക്ഷത്തിനൊപ്പം നിന്നത്. അത് ഈ സമരങ്ങളിലാകട്ടെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോഴോ? സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഇപ്പോഴത്തേതല്ലേ, അതിന് മുൻപ് നടന്നത് കൂടി നോക്കണം. ഏക സിവിൽ കോഡ് വിഷയത്തിലൊക്കെ കൃത്യമായ സ്റ്റാൻഡ് എടുത്തത് കോൺഗ്രസ് ആണോ CPIM ആണോ? മാഡം പറ. അല്ല, CPIM അല്ലേ? അതായിട്ടുണ്ട്. ഞാൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെയാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ആകെ വ്യത്യാസമുള്ളത് BJP-ക്കാണ്. BJP-ക്ക് ഹിന്ദു സ്ഥാനാർത്ഥികൾ മതി. അല്ല, അപ്പോൾ എന്താ ഇപ്പോഴത്തെ വിചാരം? ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. നോക്കൂ, ഈ വിവിധ മതവിഭാഗങ്ങളെയും ജാതി വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമേ അല്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരെയും എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ജനാധിപത്യ മതേതര മനോഭാവവും ബഹുസ്വരതയും കാണിക്കുക എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ആ ബഹുസ്വരത, ആ പിന്നെ എന്താ പറയുക, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ്, ഇതൊക്കെ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രോഗ്രസീവായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ അതെന്താ KC വേണുഗോപാൽ വന്നാലേ പ്രശ്നമാണ്. KC വേണുഗോപാൽ എന്താണ് പറയുന്നത്? KC വേണുഗോപാൽ അപ്പുറത്ത് രാഹുലാണെങ്കിൽ KC വേണുഗോപാൽ ഇവിടെ മത്സരിക്കില്ല അല്ലേ? അല്ലേ? വളരെ സ്വാഭാവികമല്ലേ? രണ്ട് ദേശീയ നേതാക്കൾ കൂടെ മത്സരിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ വയനാട്ടിലെ ഒരു മുസ്ലിം പ്രതിനിധിയാണ്. അതെന്തുകൊണ്ടാണ് വയനാട്ടിൽ മത്സരിച്ച പകരം എന്താണ് സുജയ പറഞ്ഞു വരുന്നത്? അവിടെ മുസ്ലിമിനെ നിർത്തരുതെന്നാണോ? മുസ്ലിമിനെ നിർത്തരുതെന്നല്ല, ഗിവൺ കണ്ടീഷൻ എന്ന് പറയുന്ന കണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തത്. അതവരെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സുജയ്ക്ക് അങ്ങനെയല്ല. ആ ഉൾക്കൊള്ളൽ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ ഈ ഉൾക്കൊള്ളലിനെ കുറിച്ച് കാൻഡിഡേറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കിയേ. അവിടെ പിന്നെ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എമ്മിന് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കാൻ പറ്റുള്ളൂ. CPIയുടെ ലിസ്റ്റിൽ ഒറ്റ മുസ്ലിം ഇല്ല. 3 പേരുണ്ട് CPM-ന്റെ ലിസ്റ്റിൽ. എന്തിനാ CPM അത് ചെയ്തത്? ഇൻക്ലൂസീവ്നെസ് ആണ്. അതിനകത്ത് കോഴിക്കോട് മലപ്പുറത്തെ പിന്നെ വസീഫിനെ നിർത്തി, പിന്നെ ആരിഫിനെ നിർത്തി, 3 പേരെ CPM നിർത്തി. എന്താണത് കാണിക്കുന്നത്? മറുഭാഗത്ത് സാമുദായിക സംഘടന ഉറപ്പാക്കാൻ വയനാട്ടിൽ നിർത്തുകയും വേണമെന്ന് പറയുന്നത് ഇതേ കോൺഗ്രസ് ആണ്. ഇതെന്താ അറിയാം, അത് കോൺഗ്രസ് മുക്ത ഭാരതത്തിനായിട്ടുള്ള അത് നിങ്ങളുടെ മലക്കോട്ടയാണ്. അതങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറയട്ടെ, KC വേണുഗോപാൽ ഒരു സുജയ, KC വേണുഗോപാൽ സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കണം എന്ന് പറഞ്ഞത് തെറ്റാണോ? അല്ല, സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനകത്ത് തെറ്റാണോ? അത് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് അങ്ങനെ വാദിച്ചൂടെ? എന്നാൽ മാത്രം ഞാൻ മത്സരിക്കാം. അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണ് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. കോൺഗ്രസ് UDF സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കണം. അത് ഏറ്റവും പ്രോഗ്രസീവായ സ്റ്റേറ്റ്മെന്റ്. അതിനെയാണ് സാമുദായിക പ്രീണനം എന്ന് നമുക്ക് മലയാളത്തിൽ ഒറ്റ വാക്കിൽ സ്വാംശീകരിക്കാൻ കഴിയുക. അങ്ങനെ സാമുദായിക പ്രീണനം നടത്തുകയും പാർട്ടിയെ ഇന്ത്യയിലുള്ളൂ. ആ പാർട്ടി അത് വെച്ചിട്ടല്ല ചെയ്യുന്നത്. സാമുദായിക പ്രീണനം, മതപ്രീണനം നടത്തുന്ന ഒറ്റ പാർട്ടിയേ ഉള്ളൂ ഇന്ത്യയില്. ആ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. BJP ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് എനിക്കുറപ്പുണ്ട്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കാതെ അല്ല സുജയ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യയിൽ ഒരു മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാവരെയും അകറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രസ്ഥാനം അധികാരത്തിൽ നിൽക്കുമ്പോൾ AP അബ്ദുള്ളക്കുട്ടിയുടെ സീറ്റൊക്കെ അറിയാം. AP അബ്ദുള്ളക്കുട്ടി ഒന്ന് നോട്ടെ. അതിപ്പോ അങ്ങനെ ഈ പറയുന്ന ഗവർണർ അല്ലേ? ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാണ്. ഒരു പ്രശ്നമില്ല. AP അബ്ദുള്ളക്കുട്ടി ഞാൻ കരുതുന്നില്ല. പിന്നെ AP അബ്ദുള്ളക്കുട്ടിയെ മത്സരിപ്പിക്കും. എന്തായാലും താങ്കളുടെ ഇടതുപക്ഷ മൂന്ന് പേരെ മത്സരിപ്പിക്കുന്നതിനല്ലല്ലോ ആരും എതിര്. അത് ഇങ്ങനെ തന്നെ മതവും ജാതിയും നോക്കി തന്നെയാണ് നിർത്തിയത്. കൃത്യമായ പോക്കറ്റുകളിൽ നിന്ന് ആ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയാണ്. അല്ല എങ്കിൽ ഇല്ല, ഞാനത് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഇതിപ്പോ ഓരോ സ്ഥാനാർത്ഥികളെയും ഓരോ പാർട്ടികളും മത്സരിപ്പിക്കുന്നത് കൃത്യമായ കണക്കുകൂട്ടലോടുകൂടിയാണ്.
അതിനകത്ത് സമുദായം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏത് സമുദായത്തിന്, ഏത് മതവിഭാഗത്തിനാണ് കൂടുതൽ ആധിപത്യം, കൂടുതൽ വോട്ട് ഷെയർ, ആ മതവിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കും. എന്തിനാണ് അത് കൊണ്ടുവരുന്നത്? ഏറ്റവും കൂടുതലായിട്ട് ആളുകളുടെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയോട് വരുന്നത് വിജയസാധ്യതയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊരു തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിങ്ങൾ മത്സരിക്കുമ്പോൾ ഇതിപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമൊന്നും അല്ലല്ലോ. സ്വാതന്ത്ര്യ സമരത്തിലല്ലോ നമ്മൾ പങ്കെടുക്കുന്നത്. അല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന വാക്ക് പ്രീണനം എന്ന വാക്കുകൊണ്ട് മോശമാക്കരുത്. പ്രീണനം നടക്കുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അത് നടക്കുന്നുണ്ട്, അത് വ്യക്തവുമാണ്. എങ്ങനെയാണത് പ്രീണനം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇലക്ട്രൽ ടാക്ടിക്സിൽ അതും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അത് തന്നെയാണ് കോൺഗ്രസും CPIM ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എല്ലാ ഇലക്ട്രൽ പൊളിറ്റിക്സിലും ഇങ്ങനെ തന്നെയാണ്. ശരി, CPM ചിത്രം തെളിഞ്ഞു എന്നായിരുന്നു നമ്മുടെ ചോദ്യം. തെളിഞ്ഞു എന്ന് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. Meet the editors.